ഖുറേഷി എബ്രാം അഥവാ സ്റ്റീഫൻ നെടുമ്പുള്ളി. മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഖുറേഷി എബ്രാം അഥവാ സ്റ്റീഫൻ നെടുമ്പുള്ളി എന്നീ വേഷപ്പകർച്ചകളിൽ ഖുറേഷി എബ്രഹാമിന്റെ ജീവിതമാവും എമ്പുരാൻ കൂടുതലായി എക്സ്പ്ലോർ ചെയ്യുക എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന. പ്രിയദർശിനി രാംദാസ്. മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന പ്രിയദർശിനി രാംദാസ് രണ്ടാം ഭാഗത്തിലും സജീവമായിട്ടുണ്ടെന്നാണ് സൂചന. അച്ഛന്റെയും ബോബിയുടെയും മരണശേഷം പ്രിയദർശിനി രാംദാസിനെ കാത്തിരിക്കുന്ന ചലഞ്ചുകൾ എന്തൊക്കെയെന്ന് കണ്ടറിയാം. പി കെ രാംദാസ്. പി കെ രാംദാസായി സച്ചിൻ കേദേക്കറും എമ്പുരാനിലുണ്ട്. ഖുറേഷി എബ്രഹാമിന്റെ പൂർവാശ്രമത്തിൽ പി കെ രാംദാസിന്റെ സ്വാധീനം എത്രത്തോളമുണ്ടെന്ന് കാത്തിരുന്ന അറിയാം. ജതിൻ രാംദാസ്. സ്റ്റീഫൻ ചേട്ടന്റെ വിശ്വസ്തനായ അനിയൻ ജതിൻ രാംദാസായി ടൊവിനോ തോമസ്. സയ്യിദ് മസൂദായി പൃഥ്വിരാജ്. ആരാണ് സയ്യിദ് മസൂദ്? സയ്യിദ് എങ്ങനെ ഖുറേഷി എബ്രഹാമിന്റെ വിശ്വസ്തനായി മാറി? ആ കഥയുടെ ചുരുളഴിക്കുമോ എമ്പുരാൻ? കുട്ടി സയ്യിദായി കാർത്തികേയ ദേവ്. പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സയ്യിദ് മസൂദിന്റെ ചെറുപ്പകാലം അവതരിപ്പിക്കുന്നത് കാർത്തികേയ ദേവ് ആണ്. സഹീർ മസൂദായി ഉസിയേൽ ജിവാനി. ആരാണ് സഹീർ മസൂദ്? പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സയ്യിദ് മസൂദിന്റെ അനിയൻ കഥാപാത്രമോ? മസൂദായി സത്യജിത്ത് ശർമ്മ. പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സയ്യിദ് മസൂദ് എന്ന കഥാപാത്രത്തിന്റെ അച്ഛൻ വേഷത്തിലാണോ സത്യജിത്ത് ശർമ്മ എത്തുന്നത്? ബഹീജ ബീഗം. ബഹീജ ബീഗമായി എത്തുന്നത് ഹിന്ദി മറാത്തി അഭിനേത്രിയായ ശുഭാംഗി ലൽക്കർ ആണ്. ഹനിയ. ഹനിയ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ബോളിവുഡ് താരമായ ഐശ്വര്യ ഒജഹ ആണ്. സുഭദ്ര ബെൻ. എമ്പുരാനിൽ സുഭദ്ര ബെൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ബോളിവുഡ് താരവും ആമിർ ഖാൻ, ഫൈസൽ ഖാൻ എന്നിവരുടെ സഹോദരിയുമായ നിഗ ഖാൻ ആണ്. റോബർട്ട് മക്കാർത്തി. എമ്പുരാനിൽ റോബർട്ട് മക്കാർത്തിയായി എത്തുന്നത് അമേരിക്കൻ നടനായ അലക്സ് ഒ നെൽ ആണ്. സലാബത്ത് ഹംസ. എമ്പുരാനിൽ സലാബത്ത് ഹംസയായി എത്തുന്നത് ബോളിവുഡ് താരമായ ബെഹ്സാദ് ഖാൻ ആണ്. ഗോവർദ്ധനൻ. ഗോവർദ്ധനായി ഇന്ദ്രജിത്ത് സുകുമാരനും രണ്ടാം ഭാഗത്തിലുമുണ്ട്. ശ്രീലേഖ. ഗോവർദ്ധനന്റെ ഭാര്യ ശ്രീലേഖയുടെ വേഷമാണ് ശിവതയ്ക്ക്. സുമേഷ്. സുമേഷ് എന്ന കഥാപാത്രമായി എത്തുന്നത് അനീഷ് ജി മേനോനാണ്. ലൂസിഫറിലും അനീഷ് ഉണ്ടായിരുന്നു. സേവ്യർ. എമ്പുരാനിൽ സേവ്യർ ആയി എത്തുന്നത് നടൻ ജെയ്സ് ജോസ് ആണ്. അരുന്ധതി സജീവ്. അരുന്ധതി സജീവ് എന്ന പത്രപ്രവർത്തകയായി നൈല ഉഷ ലൂസിഫർ രണ്ടാം ഭാഗത്തിലുമുണ്ട്. സഞ്ജീവ് കുമാർ. ജിലു ജോൺ ആണ് സഞ്ജീവ് കുമാറായി എത്തുന്നത്. സെർജി ലിയോനോവ്. മൈക്ക് നോവിക്കോവ് ആണ് എമ്പുരാനിൽ സെർജി ലിയോനോവ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. മേടയിൽ രാജൻ. ശിവജി ഗുരുവായൂർ ആണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. മുത്തു. സ്റ്റീഫന്റെ വിശ്വസ്തൻ മുത്തുവായി മുരുകൻ മാർട്ടിൻ എമ്പുരാനിലുമുണ്ട്. മണി. മണിയായി മണിക്കുട്ടനും എമ്പുരാനിലുണ്ട്. മഹേഷ് വർമ്മ. സായകുമാറിന്റെ മഹേഷ് വർമ്മ ലൂസിഫറിൽ മാത്രമല്ല എമ്പുരാനിലും ശക്തമായ സാന്നിധ്യമായി നിലയുറപ്പിക്കുന്നു. സുരയ ബീബി. സുരയ ബീബിയായി എത്തുന്നത് ബോളിവുഡ് താരമായ നയൻ ഭട്ട് ആണ്. മുരുകൻ. ലൂസിഫറിൽ മാത്രമല്ല എമ്പുരാൻ താരനിരയിലും നടൻ ബൈജു സന്തോഷ് ഉണ്ട്. പീതാംബരൻ. നന്ദുവാണ് പീതാംബരനായി എത്തുന്നത്. ജാൻവി. പ്രിയദർശിനി രാംദാസിന്റെ മകൾ ജാൻവിയെ ആണ് സാനിയ അയ്യപ്പൻ അവതരിപ്പിക്കുന്നത്. നെടുമ്പള്ളി അച്ഛൻ. ഫാസിലിന്റെ നെടുമ്പള്ളി അച്ഛനെ എമ്പുരാനിലും കാണാം. സജനചന്ദ്രൻ. സജനചന്ദ്രനായി സുരാജ് വെഞ്ഞാറമൂടും ഉണ്ട് എമ്പുരാനിൽ. കബുക. ഫ്രഞ്ച് നടനായ എറിക് എബൌനിയാണ് കബുകയായി എത്തുന്നത്. മുന്ന. മുന്നയായി എത്തുന്നത് ബോളിവുഡ് താരമായ സുഗാന്ത് ഗോയലാണ്. മിഷേൽ മെനുഹിൻ. മിഷേൽ മെനുഹിൻ ആയി എത്തുന്നത് ബ്രിട്ടീഷ് നടിയായ ആൻഡ്രിയ തിവാദർ ആണ്. ബോറിസ് ഒലിവർ. എമ്പുരാനിൽ ബോറിസ് ഒലിവറായി എത്തുന്നത് ഇംഗ്ലീഷ് നടനും ഗെയിം ഓഫ് ത്രോൺസ് താരവുമായ ജെറോം ഫ്ലിൻ ആണ്. ബൽരാജ്. എമ്പുരാനിൽ ബൽരാജായി എത്തുന്നത് ബോളിവുഡ് താരമായ അഭിമന്യു സിംഗ് ആണ്. കാർത്തിക്. കാർത്തിക് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് തെന്നിന്ത്യൻ നടനായ കിഷോർ കുമാർ ആണ്.